മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. വായിൽ അലിഞ്ഞു പോകുന്ന ഒരു കോഫി പുഡിംഗ്. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഐസ് വാട്ടറുമായിട്ട് വന്നിരിക്കുവാണ് ഞാൻ. ഇന്നൊരു പുഡിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മേളത്തെ കിച്ചണിലാണ്, ടെറസ് കിച്ചൺ. അപ്പോൾ പുഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ നല്ല നല്ല സിമ്പിൾ പുഡിങ്സൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പുഡിങ്. ഇതൊരു കോഫി പുഡിങ്ങാണ്. കോഫി ഫ്ലേവേർഡ് പുഡിങ്. നല്ല കോഫി ടേസ്റ്റാണ്. അപ്പോൾ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതിന് കുറച്ച് ഐസ് വാട്ടർ വേണം. ചെറിയ സിമ്പിളാണ്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു 1/2 കപ്പ് ഐസ് വാട്ടർ. അതിനകത്ത് നമ്മൾ ജലറ്റിൻ ഇട്ടിട്ട് കുതിരാനായിട്ട് വെക്കുന്നു. 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ വേണം. അപ്പോൾ ജലറ്റിൻ അറിയാമല്ലോ, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബേക്കേഴ്സിൻ്റെ ആണ്. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഈ 1/2 കപ്പ് ഐസ് വാട്ടറിലേക്ക് ഞാൻ ഇടാൻ പോകുന്നു. നോക്കിക്കോളൂ, ഇതൊരു ടേബിൾ സ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂണും കൂടി എടുക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് കുതിർന്ന് കഴിയുമ്പോൾ നല്ല തിക്കാകും. 1/2 കപ്പ് ഐസ് വാട്ടർ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇനി 1.5 കപ്പ് വെള്ളം. അത് 1.5 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, 1.5 കപ്പ്. അപ്പോൾ ഈ വെള്ളം ചൂടാക്കുക എന്ന് പറയുമ്പോൾ തിളയ്ക്കണം. ഓക്കെ, വെറുതെ ചൂടാക്കുകയല്ല. അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് തിളപ്പിക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓക്കെ, മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിലും ഞാനൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു അളവാണ് പറയുന്നത്. അപ്പോൾ ഒരു തടി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ചേരും. അപ്പോൾ നല്ല തിളയ്ക്കുന്ന ഒരു പാകമാവണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കോഫി പുഡിംഗ് അല്ലേ. അപ്പോൾ 4 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇപ്പോൾ ഞാൻ നെസ്കഫേയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. പിന്നെ ഈ മധുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നമ്മളിനി മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിന്നും കൂടി ചേർക്കും. അപ്പോൾ മധുരം കൂടുതലാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഞാനിതെല്ലാം ട്രൈഡ് ഔട്ട് റെസിപ്പീസാണ്. അത് കാരണം കറക്റ്റ് മധുരം എനിക്കറിയാം, കഴിച്ച് നോക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഇതിനെക്കാട്ടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മധുരം 4 ടേബിൾ സ്പൂണിനുള്ള 2 or 3 ആയാലും കുഴപ്പമില്ല. വെള്ളം തിളയ്ക്കാറായി, ഓൾമോസ്റ്റ് തിളയ്ക്കുന്നു. ദേ നോക്കിക്കോളൂ. ഇനി ജലറ്റിൻ കണ്ടല്ലോ, ഇതുപോലെയായി സോഫ്റ്റായപ്പോൾ അത് കുതിർന്നപ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ആയി വന്നു. ഇതിങ്ങനെ ഇരിക്കട്ടെ. അതേ വെള്ളം തിളയ്ക്കുന്നു. അപ്പോൾ ദേ തിളച്ചു. ഇത് പഞ്ചസാര വെള്ളം എന്ന് തന്നെ പറയാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ. അപ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കൂടെ അലിഞ്ഞ് ചേരും. 3, 4. ആഹാ, നല്ല കോഫി ഫ്ലേവർ. കോഫിയുടെ മണം. അയ്യോ, സ്ട്രോങ് സ്മെൽ. നല്ലൊരു മണം, നല്ല കോഫി. ഈ ചൂടിൽ തന്നെ ഇതിനോടൊപ്പം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നില്ലേ ജലറ്റിൻ, കുതിർന്ന ജലറ്റിൻ, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഉരുക്കി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചൂട് കോഫിക്കകത്തേക്ക് ഞാൻ കുതിർന്ന ജലാറ്റിൻ ചേർക്കണം. അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളൂ. വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഈ ചൂടിൽ തന്നെ ജലാറ്റിൻ അലിയും. കാണുന്നുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ജലാറ്റിൻ അലിഞ്ഞ് ചേരും. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാനിത് മാറ്റുന്നു. ജലാറ്റിനൊന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി? കംപ്ലീറ്റ് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞ് കോഫിയുടെ കൂടെ. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ്, കാണുന്നുണ്ടല്ലോ, മിൽക്ക് മെയ്ഡ് 1/2 ടിൻ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു കോഫി പോലെ ആയി വരും. ആഹാ, പാല് ചേർത്ത കോഫി മാതിരിയായി വരുന്നു. നോക്കി, ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ യോജിപ്പിച്ചത്. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചു. മിൽക്ക് മെയ്ഡും ഈ കോഫിയുടെ കൂടെ യോജിച്ച് നല്ല സെറ്റായി കഴിഞ്ഞു. ആഹാ, ഇനി ഒരല്പം ഒന്ന് തണുക്കട്ടെ. അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് 2 ഓപ്ഷനുണ്ട്. വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. രണ്ടിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇതിപ്പോൾ ഒരു കോഫി റെഡി. ഈ കോഫിയിലേക്ക് നമ്മളിനി ചേർക്കേണ്ട. അപ്പോൾ ഇപ്പോൾ ചൂടാണ്. ഈ ചൂടോടുകൂടി ക്രീം, ഏത് ക്രീം ചേർത്താലും അത്
ഭയങ്കര മെൽറ്റായി അതിൻ്റെ ടെക്സ്ചർ പോകും. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്ന് തണുക്കണം. പിന്നെ ജലറ്റിൻ ചേർത്തതായതുകൊണ്ട് സെറ്റാകും, കുറച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ സെറ്റാകും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. വിപ്പിംഗ് ക്രീം എന്ന് പറയുമ്പോൾ അറിയാലോ, വിപ്പ് ചെയ്ത ക്രീം, അതായത് വിപ്ഡ് ക്രീം ഒരു 1/2 കപ്പോളം എടുത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യുക. വിപ്പ് ചെയ്തിട്ട് നല്ല പതച്ചിട്ട് അതിങ്ങനെ സാവധാനം ഇതിൻ്റെ കൂടെ യോജിപ്പിക്കുക. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതുപോലെ ഫ്രഷ് ക്രീം ഇതിൽ നിന്നാണ് ഞാൻ എടുത്തത്. അതിൽ നിന്നും 1 കപ്പ് അളന്ന് എടുത്തിട്ട് ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഒക്കെ വ്യത്യസ്തമാണ്. ഈ കുക്കിംഗ് ക്രീമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീമും വേണമെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, പക്ഷേ എങ്കിലും ഈ വിപ്പിംഗ് ക്രീം പോലെ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഏറ്റവും നല്ലത്. നോൺ ഡയറി എന്ന് പറയുമ്പോൾ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും. ഡയറി കുറവാണ്, ഡയറി ഇല്ലാത്ത വിപ്പിംഗ് ക്രീം കുറവായിരിക്കും. അതാണ് ഈ ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഈ കേക്കൊക്കെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ സ്വാദ് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സ്വാദാണ്. അപ്പോൾ വിപ്ഡ് ക്രീം എന്ന് പറയുമ്പോൾ അതിങ്ങനെ സ്വീറ്റൻഡ് ആയിട്ടും വരാറുണ്ട്, മധുരം ചേർത്ത് വരുന്നത്. ഫ്രഷ് ക്രീമിൽ മധുരമേ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിവിടെ ഫ്രഷ് ക്രീമാണ് ചേർക്കാൻ പോകുന്നത്. ഇതിൽ ഒരു ചെറിയൊരു ടെക്സ്ചർ വ്യത്യാസം വരും. ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ലെവലായിട്ട് വരും. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്ലഫി ആയിട്ട് കുറച്ചൊരു സൂഫ്ലെ പോലെ ആയി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ട്, ഒരുവിധം നന്നായി തണുത്തിട്ട് വേണം ക്രീമൊക്കെ ചേർക്കാൻ. ഞാൻ ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമിനെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നോക്കിക്കോളൂ, ഫ്രഷ് ക്രീം 1 കപ്പ് കാണുന്നുണ്ടല്ലോ, നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രഷ് ക്രീം. പാലിൻ്റെ ക്രീമാണിത്. പാലിങ്ങനെ കാച്ചാതെ ഒരു പാത്രത്തിൽ, ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ മേളത്ത് ഒരു പാട പോലെ ഇങ്ങനെ വരും. അത് ശരിക്കും ഫ്രഷ് ക്രീമാണ്. അതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ ഫ്രഷ് ക്രീമാണ്. ഇങ്ങനെ കുറേ ദിവസം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടൊരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫ്രഷ് ക്രീം കിട്ടും. പിന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് ഞാൻ കണ്ടില്ലേ, ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതെങ്ങനെ കിട്ടി. ഒരുപാട് വലിയ പീക്സ് അല്ലെങ്കിലും കുറച്ച് ലൂസല്ല, റണ്ണിങ് അല്ല, കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചിങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് കേക്ക് ഐസിങ്ങിനൊന്നും അത്ര ഹോൾഡ് ചെയ്യില്ല, എങ്കിലും നമുക്ക് പുഡിങ്സിനൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് തണുത്തു, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞു. നോക്കിക്കോളൂ. അപ്പോൾ ഇത് പെട്ടെന്നാകണമെന്നുണ്ടെങ്കിൽ താഴെ ഐസ് വെച്ചിട്ട്, ഒരു ബൗളിൽ ഐസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തണുപ്പിക്കാം, ഇളക്കി. ഇനി ഇതിലേക്ക് ഞാൻ ക്രീം, അപ്പോൾ ക്രീമിൻ്റെ കാര്യത്തിൽ ആദ്യം ഇതിൽ നിന്നും കുറച്ച് ക്രീമിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇങ്ങനെ ഫോൾഡിങ് ചെയ്യാം, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് വെച്ച് ചെയ്യുമ്പോൾ ഒരു സൂഫ്ലേ പോലെ ആയി കിട്ടും. ഓക്കെ, അതൊരു കോഫി സൂഫ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും ഒരു പുഡിങ്ങിൻ്റെ പോലെ തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ ക്രീമിൻ്റെ അകത്തേക്ക് ആദ്യം ഇതിൽ നിന്നും കുറച്ച് ഒഴിക്കാം. ഞാൻ വിസ്ക് എടുത്തു. വിസ്ക് വെച്ച് തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആദ്യം എടുത്തു പുഡിങ്ങിൻ്റെ മിക്സ്, എന്നിട്ട് കുറച്ച് കൂടി ഒഴിക്കാം. ഇത് കുറച്ചുകൂടി തിക്കായി വരും. അങ്ങനെ നല്ലൊരു കോഫി ഫ്ലേവർ, നല്ല മണം. ആഹാ, എന്തൊരു കോഫി മണം അറിയോ. ഞാൻ കോഫി കുടിക്കുന്ന ആളല്ല, എനിക്ക് മണം നന്നായിട്ട് അറിയാം. കോഫി പ്രേമികൾക്കിത് എക്സലൻ്റ് ഒരു പുഡിംഗ് ആയിരിക്കും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു പുഡിംഗ് പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടി ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. പക്ഷേ സാധാരണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഒരു 2 hours ഒക്കെ ആകുമ്പോൾ സെറ്റായി കിട്ടും. നമുക്കൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, പെട്ടെന്നാകും. യെസ്, പുഡിംഗ് റെഡി, സെറ്റായിട്ടുണ്ട്. നമ്മളുടെ കോഫി പുഡിംഗ് യമ്മിയാണ്. ഇതേ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചോക്ലേറ്റ് റെഡിയാക്കി വെച്ചിരിക്കും. നമ്മുടെ ഒരു ചോക്ലേറ്റ് സ്ലാബ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെയാണല്ലോ. ഇനി ഇതൊരു ചോക്ലേറ്റ് ഷേവിങ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇടാം. കോഫി പുഡിങ്ങിന് ഏറ്റവും ചേരുന്നൊരു കോമ്പിനേഷൻ ആയിരിക്കും ചോക്ലേറ്റ്.
പുഡിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, എങ്ങനെയാണെങ്കിലും ഞാനിങ്ങനെ ഒരു പീസ് എടുത്ത് ഇൻഡിവിജ്വൽ സെർവിങ് പോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചു. ഇനി ഇതേ നോക്കിക്കോളൂ, ഒരു എന്താ പറയുക, കോഫി പുഡിങ് അല്ലേ, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡാഷ് ഓഫ് കോഫി ഒരു സിംബോളിക്കായിട്ട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് അതേ നോക്കിക്കോളൂ, കണ്ടല്ലോ സ്പൂൺ ഇങ്ങനെ, ആഹാ സോ സോഫ്റ്റ് കാണുന്നുണ്ടല്ലോ. അതിങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ടോ, അത്രയ്ക്ക് നല്ല ഒരു ടെക്സ്ചറാണ് കണ്ടോ. ഡാൻസിങ് കഴിക്കാം, ഡാൻസിങ്. ആഹാ നല്ലൊരു കോഫി, ഒരു കോൾഡ് കോഫി കുടിച്ചൊരു ടേസ്റ്റാണ്. എനിക്ക് കോഫിയുടെ ടേസ്റ്റൊക്കെ അറിയാം കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റൊന്നും അല്ല ചായയും കോഫിയൊന്നും. ചായ ഞാൻ കൈ കൊണ്ടൊന്നും തൊടാറില്ല, കോഫി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ ഫേവറേറ്റൊന്നും അല്ല. പക്ഷേ ഫ്ലേവർ, കോഫി ഇഷ്ടമുള്ളവർക്ക് ഈ പുഡിങ്ങിനെ മാറ്റി നിർത്താനേ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. എനിക്കിപ്പോൾ ഇതിനിടയ്ക്ക് ചോക്ലേറ്റും കൂടെ കിട്ടുന്നുണ്ട്. മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്, വായിൽ അലിഞ്ഞു പോകുന്ന ഒരു കോഫി പുഡിങ്. എങ്ങനെയുണ്ട് ക്യാപ്ഷൻ? നല്ല ക്യാപ്ഷനല്ലേ? ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ നല്ലതായിട്ട് ഇഷ്ടമാവും. ഇത്ര സിമ്പിളാണല്ലേ, ഞാൻ കാണിച്ചു തന്നില്ലേ, എന്ത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരുപാട് ചേരുവകളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ ജലറ്റിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസിലും ചെയ്യാം. ചൈന ഗ്രാസ് ആണെങ്കിൽ ഈ ക്വാണ്ടിറ്റിക്ക് ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ബദാം പുഡിങ്ങൊക്കെ ചെയ്തില്ലേ, അതുപോലെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇതിൽ നമ്മളിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബദാം പുഡിങ്ങിൽ ജലറ്റിൻ ചേർക്കുകയാണെങ്കിൽ എത്ര ചേർക്കണം, ചൈന ഗ്രാസിന് പകരം എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു കുറച്ച് ആൾക്കാർ. 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇത് ചെയ്ത പോലെ ചെയ്യുക. പാലും ബദാം പൗഡറും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കില്ലേ, ആ ഒരു ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് ഇപ്പം ഞാൻ ഇതിൽ കോഫി പുഡിങ്ങിന് ചെയ്ത പോലെ ചെയ്താൽ മതി. അതാണ് ഒരു കാര്യം. പിന്നെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നത് ബദാം പൗഡർ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ബദാം പൗഡർ എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ ഇടുന്ന ബദാം മിൽക്ക് പൗഡറാണ്. ഇങ്ങനെ അതിൽ പഞ്ചസാരയും വേറെ കുറച്ച് ഫ്ലേവറിങ് കാര്യങ്ങൾ, ഏലക്കാപ്പൊടി എല്ലാം ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ ആൽമണ്ട്സ് പൊടിച്ച് ചേർക്കാം. പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിക്കുക. അതിൽ തരി ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയണം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അതിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ച് കട്ടിക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് ചേർത്താലും മതി. പക്ഷേ പഞ്ചസാരയുടെ അളവ് അതിനനുസരിച്ച് മാറ്റണം. കാര്യം ഈ ഒരു മിൽക്ക് പൗഡർ പോലെ കിട്ടുന്ന ബദാം മിൽക്ക് പൗഡറിൽ മധുരം ചേർന്ന് വരുന്നതാണ്, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പുഡിങ്ങും ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. കമൻറ്റ് ബോക്സിൽ വന്ന് മറുപടി പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Lekshmi Nair vlogs.